പ്രിയമുള്ളവരെ, നമ്മുടെ നാടുകളിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന വ്യായാമ വിഷയം ഇന്ന് വലിയ ചാനൽ ചർച്ചയ്ക്ക് വിധേയമായി സർവ്വ ചാനലുകളും അതിൻ്റെ ചർച്ചയിൽ മുന്നിട്ട് നിൽക്കുകയാണ്. പലതരം ജൽപ്പനങ്ങളാണ് ആ ചർച്ചയിൽ ഉയർന്നു വരുന്നത്. വ്യായാമ കൂട്ടായ്മ വന്നപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ചില ദൂഷ്യവശങ്ങൾ, അതിൻ്റെ മറവിൽ ഒളിച്ചു കടത്തപ്പെടുന്ന ചില ആദർശ വ്യതിയാനങ്ങൾ ചൂണ്ടിക്കാണിക്കൽ പണ്ഡിതോചിതമാണ് എന്ന നിലക്ക് ചില പണ്ഡിതന്മാർ അത്തരം വിഷയങ്ങളുടെ ശുദ്ധിയിൽ സംശയിക്കുകയും അത് ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയും ചെയ്തിരുന്നു. അതിൻ്റെ പേരിൽ ആ വ്യക്തികൾ പ്രതിനിധാനം ചെയ്യുന്ന സംഘടന ഈ വിഷയത്തിനെതിരാണ്, അവർ വ്യായാമത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും എതിരാണ് എന്ന നിലക്കുള്ള ചർച്ചകളാണ് ചാനലുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ചാനൽ ചർച്ച നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം ഇതിൻ്റെ പിന്നിൽ ധാരാളം ഒളിച്ചുകളികൾ ഉണ്ട് എന്ന്. ചാനൽ ചർച്ചയിൽ ഇത് തീരെ ദഹിക്കാത്തത് മൗദൂദിസ്റ്റുകൾക്കാണ് എന്നാണ് വ്യക്തമാകുന്നത്. സുന്നി വിരുദ്ധ ആശയക്കാരുള്ള അവരാണ് ഇത് എടുത്തു പിടിച്ചിട്ട് പകലും രാത്രിയുമൊക്കെ നീണ്ട ചർച്ചകൾ നടത്തുന്നത്. മുസ്ലിം സമുദായത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊന്നും അവർക്ക് ചർച്ചാ വിഷയമല്ല. അജ്മീർ ദർഗ പൊളിക്കണമെന്ന് പറയുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന ചർച്ചകൾ സജീവമാണ് അവരിലൊക്കെ. വ്യായാമത്തിനെതിരെ ഒരു സംഘടനയും ഇവിടെ എതിരല്ല. ആരോഗ്യ സംരക്ഷണം വേണം എന്നാണ് ഇസ്ലാം തന്നെ പറയുന്നത്. ഇസ്ലാമിലെ ചില ആരാധനാകർമ്മങ്ങളൊക്കെ കറക്റ്റായി അതിൻ്റെ ഫർളും ഷർത്തും സുന്നത്തുമൊക്കെ പാലിച്ച് ചെയ്താൽ നല്ല ആരോഗ്യം കിട്ടുമെന്ന് ഭൗതികശാസ്ത്രം തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇസ്ലാമിലെ ഈ ആരാധന ആരോഗ്യശാസ്ത്രപരമായിട്ടോ അല്ലെങ്കിൽ ആരോഗ്യം സംരക്ഷിക്കാനോ വേണ്ടിയല്ല. അതേസമയം അങ്ങനെ ചെയ്യുമ്പോൾ ആരോഗ്യം കൂടി കിട്ടും ആണ്. ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദുന്യാവും ആഖിറവും വിജയിക്കും എന്നാണല്ലോ പൊതുനിയമം. എന്ന നിലക്ക് ഈ ഇസ്ലാം പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് അതൊക്കെ നേടാൻ കഴിയും. എന്നാൽ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ അതിൽപ്പെട്ട ഏറ്റവും ശക്തമായ വിഭാഗമാകുന്ന സുന്നികൾ വ്യായാമത്തിനെതിരാണ് എന്ന നിലക്കാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരിക്കലും വ്യായാമത്തിന് എതിരല്ല. മെക്സവൻ എന്ന് പറയുന്ന ഈ കൂട്ടായ്മ സതുദ്ദേശത്തോടുകൂടെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ് ഈ പദ്ധതി എന്ന് അതിൻ്റെ സൃഷ്ടാക്കളും പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിലും അവരുടെ ചില യൂണിറ്റുകളിൽ ഇതിന് അപവാദമായി മതത്തിൻ്റെ പണ്ഡിതന്മാരെ നിർദ്ദേശിച്ച മതപരമായ താൽപ്പര്യങ്ങൾക്ക് എതിരെ പുതിയ ഒരു കൂട്ടായ്മയും മതം പറഞ്ഞതിൻ്റെ വേലിക്കെട്ടുകളെല്ലാം പൊളിച്ച് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് എല്ലാവരെയും ഒരു സാമ്പാർ വെച്ച് മുന്നണിയാക്കണം എന്ന കാലാകാലങ്ങളിലായി ഐക്യസംഘവും വഹാബികളും മുജാഹിദുകളും ജമാഅത്തുകാരൊക്കെ കൊണ്ടുവന്ന ഒരാശയമാണ് അവർ ഇവിടെ പ്രചരിപ്പിച്ചത്. എല്ലാ ആദർശ വ്യത്യാസവും മാറ്റിവെച്ചുകൊണ്ട് വർഷങ്ങളായി മിണ്ടാതിരുന്നവർ താൻ അറിയാത്ത, തങ്ങളെ അറിയാത്ത നേതാക്കൾക്ക് വേണ്ടി സ്വന്തം സഹോദരനെയും അയൽവാസികളെയും നാട്ടുകാരോടും സലാം പറയാത്ത, അടുത്തിരിക്കാത്ത ആളുകൾ പരസ്പരം കൈകൊടുത്തിട്ടുണ്ടെങ്കിൽ, സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊന്നും ആശയത്തിന്റെ വൈജാത്യമല്ല. സ്നേഹത്തോടെ നമുക്ക് ഒരുമിച്ച് നിന്നിട്ടും വിവിധ കക്ഷികളിൽ പ്രവർത്തിക്കാമെന്ന വിശാലമായ ആശയം മാത്രമേ ഉള്ളൂ. നാം ഒരു സമൂഹമാണ്, നാം ഒരു ജനതയാണ്. ഈ പ്രചരിപ്പിച്ച യൂണിറ്റിലെ ഈ പ്രഭാഷകൻ അദ്ദേഹം ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇവരുടെ മീറ്റിങ്ങിലാണ് പറയുന്നത്. ഇദ്ദേഹം വലിയ സ്ഥാനത്തുള്ള ആളാണോ എന്നറിയില്ല. ആണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹത്തിന് താക്കീത് കൊടുത്തിട്ട് ഇത് നമ്മുടെ നയമല്ല എന്ന് അതിന് നേതാക്കൾ നിർദ്ദേശിക്കൽ അത്യാവശ്യമാണ്. ചിലപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം വലിയ നേതാവും ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെ കണ്ടതുകൊണ്ടാണ് ഇതുവരെ പിടുത്തം കിട്ടാത്ത, പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന, ഇതിനെതിരെ ഒച്ചവെക്കുമ്പോഴേക്കും മൗദൂദികൾക്ക് ഹാലിളകുന്ന ഈ സംഭവത്തിൻ്റെ സംശയങ്ങൾ വർദ്ധിച്ചു വന്നത്. അതുവരെയും എന്താണിത്, എങ്ങനെയാണിത് എന്നൊന്നൊരു പിടുത്തം ആർക്കും കിട്ടിയിരുന്നില്ല. ഇങ്ങനെയുള്ള ഒരു പ്രഭാഷണം കൂടി വന്നപ്പോൾ ഇവരുടെ ഉള്ളുകളിൽ ഇത് തന്നെയാണ് എന്ന് മനസ്സിലാക്കപ്പെട്ടു. അപ്പോൾ അതിൻ്റെ നേതൃത്വം നൽകിയ വ്യക്തി ചാനലുകളിൽ വന്ന് പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യവുമില്ല എന്നാണ്. എങ്കിൽ ഈ യൂണിറ്റിൽ ഇദ്ദേഹം നടത്തിയ പ്രഭാഷണം അദ്ദേഹത്തിന് താക്കീത് കൊടുക്കുകയും ചുരുങ്ങിയത് അത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടാകരുത് എന്ന് പറയുകയും ചെയ്യണം. ഇനി പറഞ്ഞാലും ഇല്ലെങ്കിലും ശരി, ഇതിൻ്റെ പോക്ക്, നിയന്ത്രണം ഈ തലപ്പത്തുള്ളവരെ കയ്യിലല്ല.
ഓരോ സ്ഥലത്തും നുഴഞ്ഞു കയറി ജമാഅത്തെ ഇസ്ലാമിയും അതുപോലുള്ളവരൊക്കെ ഇതിൻ്റെ നേതൃസ്ഥാനം പിടിച്ചടക്കി എന്നാണ് ഇവരിപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെ പൊതുരംഗത്തിറക്കിയിട്ട് ഈ പുരുഷന്മാരോടൊപ്പം അല്ലെങ്കിൽ പുരുഷ ട്രെയിനിങ്ങിന് കീഴിൽ സ്ത്രീകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഈ കാര്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇതൊക്കെ കണ്ടതുകൊണ്ടാണ് പണ്ഡിതന്മാർ അതിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന് പറഞ്ഞത്. ഇസ്ലാം അനുവദിക്കാത്തതാണ് എന്ന് സമൂഹത്തെ പഠിപ്പിച്ച ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഒരു വ്യായാമത്തിൻ്റെ പേരിൽ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഒരു സിദ്ധാന്തം ആവിഷ്കരിക്കുന്നത് ഇസ്ലാമികമായി സാധൂകരിക്കപ്പെടുകയില്ല എന്ന കാര്യം പണ്ഡിതന്മാർ തുറന്നു പറയും. അവരെ അതിൻ്റെ പേരിൽ കുതിര കയറിയിട്ട് കാര്യമില്ല. പിന്നെ ചിലരൊക്കെ ന്യായീകരിക്കാറുള്ളത് ഈ കാര്യങ്ങളൊക്കെ ശരിക്ക് ബോധമുള്ളവരാണല്ലോ, അതിൽ പോണ സുന്നികൾക്ക് സുന്നിയായിട്ട് നിലനിൽക്കാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ഇപ്പോഴും അതിൽ പോകുന്ന സുന്നികൾപ്പെട്ട പലർക്കും ഈ വിഷയത്തിനെക്കുറിച്ച് സുന്നി പണ്ഡിതന്മാരിൽപ്പെട്ട ചിലർ എതിർത്ത് പറഞ്ഞപ്പോൾ ആ പണ്ഡിതന്മാരോട് തന്നെ എതിരായി ഇതിലങ്ങനൊന്നുമില്ല, ഇനി അങ്ങനെയാണെങ്കിൽ ആകട്ടെ എന്നൊക്കെയുള്ളൊരു ധിക്കാരത്തിൻ്റെ മനസ്സ് സുന്നി സ്ട്രോങ് ഉള്ള ആളുകൾക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇങ്ങനെ സുന്നി സ്ട്രോങ് കുറക്കുക, സലാം പറയാത്തവർ സലാം പറയിപ്പിക്കുക, പണ്ഡിതന്മാർ അകറ്റി നിർത്തണമെന്ന് പറഞ്ഞവരെ ഒന്നാക്കി തീർക്കുക, ഇങ്ങനെയുള്ള ദുരുദ്ദേശം ഇതിലൂടെ നടക്കുന്നുണ്ട് എന്നത് വളരെ വ്യക്തമായ ബോധ്യപ്പെട്ടതാണ്. അതില്ല എന്ന് എത്ര നിഷേധിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ ഇതിൽ രണ്ട് വിഷയങ്ങൾ പ്രധാനമായിട്ടും വനിതകളെ രംഗത്തിറക്കി ഇങ്ങനെ പ്രകടനതരതയുള്ളവരാക്കുക എന്നുള്ളത് സുന്നത്ത് ജമാഅത്തിൻ്റെ ഇതുവരെയും പുലർത്തിപ്പോന്ന ആശയത്തിനെതിരാണ്. രണ്ടാമത്തത് സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ മുമ്പ് മുതൽ ഇതുവരെ പഠിപ്പിച്ചു വന്നത് വഹാബികളായ ആദർശപരമായി യോജിപ്പില്ലാത്ത ആളുകളുമായി സലാം പറയാൻ പാടില്ല, കെട്ടിപ്പിടിക്കാൻ പാടില്ല, സ്നേഹത്തോടുകൂടെ അവരോട് ബന്ധപ്പെടാനും പാടില്ല. അതേസമയം നമ്മുടെ വിഭാഗത്തിൽപ്പെട്ടവരല്ലാത്തവർക്ക് വേണ്ടി പല സഹായങ്ങളും ചെയ്തു കൊടുക്കണമെന്നും നമ്മുടെ പൂർവിക നേതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മതത്തിൽ കയറി ഇസ്ലാമിനെ വികലമാക്കാൻ വന്നവരോട് കർശനമായ അച്ചടക്കം വേണമെന്നും ഇസ്ലാമിൻ്റെ പുറത്തുള്ളവർ അകത്ത് കയറി ഇസ്ലാമിനെ മലിനമാക്കാത്തവരാണ് എന്നതുകൊണ്ട് അവരോട് വേറെ നിലക്കുള്ളൊരു സമീപനവുമാണ് എല്ലാം നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത്. അത് പാലിക്കാൻ നിർബന്ധമായും പണ്ഡിതന്മാർ പറയും. അതൊക്കെ അവഗണിച്ചുകൊണ്ട് ഓരോ യൂണിറ്റിലും ഈ ഐക്യാഹ്വാനം നടത്തുന്ന പരിപാടി, ഇനി എല്ലാ യൂണിറ്റിലും അതില്ല എങ്കിൽ ചില വിദാത്തുകാർ തലപ്പത്ത് കയറി പറ്റിയതുകൊണ്ടാണല്ലോ ആ ആഹ്വാനം നടന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് നേതൃത്വത്തിനൊരു നിയന്ത്രണമില്ലാത്ത രീതിയിൽ അതിങ്ങനെ വളർന്നു പോവുകയാണ്. ഇതുകൊണ്ട് പിന്നെ ഇസ്ലാമിക സമൂഹത്തിന് എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ ചിലപ്പോൾ ഈ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ ഞങ്ങളറിയില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ പറ്റില്ല. അതുകൊണ്ട് അവരും കൂടി രക്ഷയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. നമ്മൾ നടപ്പിലാക്കുന്ന ഒരു പദ്ധതി നാം ഉൾക്കൊള്ളുന്ന മതത്തിൻ്റെ സീമകൾക്കും നിയമങ്ങൾക്കും എതിരായിട്ട് ഭാവിയിൽ വളർന്നാൽ അതിൻ്റെ കുറ്റം നമ്മൾ വഹിക്കേണ്ടി വരും. ഈ ബാധ്യതയാണ് പണ്ഡിതന്മാരിവിടെ നിർവഹിച്ചിട്ടുള്ളത്. ഇസ്ലാം വിലക്കിയ രീതിയിലുള്ള ഐക്യവും ബന്ധവും വിളക്കി ചേർക്കാൻ ശ്രമിക്കുന്നത് വളരെ തെറ്റാണ്. വ്യായാമം ചെയ്തു കൊള്ളട്ടെ, പിന്നെന്തിനാ അതിലൊരു സലാം ചെല്ലേണ്ടവർ സാധാരണ ഒരു സലാം ചൊല്ലും. പിന്നെ അവിടെ ചെന്നിട്ട് ഒരു സലാം ചെല്ലൽ ഉണ്ടാക്കുമ്പോൾ അത് പുതിയ ഒരു പദ്ധതി ഉണ്ടാക്കലാണല്ലോ, ഇതുവരെ ഇല്ലാത്ത ഒരു സിസ്റ്റം സൃഷ്ടിച്ചെടുക്കലാണല്ലോ. അപ്പോൾ അത് വകവെച്ച് കൊടുക്കാൻ കഴിയില്ല. ഇത് പറയാൻ കാരണം സുന്നികളും അല്ലാത്തവരും തമ്മിൽ എന്ത് വ്യത്യാസമെന്ന് ഈ പരിപാടി നടത്തുന്ന ആളുകൾക്കറിയില്ല. സുന്നികൾ മുശ്രിക്കുകളാണ് എന്നാണ് ഇപ്പോഴും സുന്നികളല്ലാത്തവർ അവരെക്കുറിച്ച് ഉറച്ചു വിശ്വസിക്കുന്നത്. ചുഴലി കഴിഞ്ഞ മാസം തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ, വലിയ ഒച്ചപ്പാടുണ്ടാക്കിയ. സുന്നി പള്ളികളെല്ലാം തൗഹീദ് വിരുദ്ധ കേന്ദ്രങ്ങളാണെന്നും ഷിർക്കിൻ്റെ ആലയങ്ങളാണെന്നുമാണ് ചുഴലി പറഞ്ഞത്. ആ വിഷയത്തിലൊക്കെ രണ്ട് കൂട്ടരും അല്ലെങ്കിൽ പല കൂട്ടരും വ്യത്യസ്ത രീതിയിൽ നിൽക്കുന്നു. എന്നാൽ അവിടെ നമ്മൾ വിശാലമാനസ്സുള്ളവരായി പണ്ഡിതന്മാരുടെ തീരുമാനങ്ങൾ വകവെക്കാതെ, ദീനിൻ്റെ നിയമം വകവെക്കാതെ എന്താ ഇങ്ങനെ മുസ്ലിങ്ങൾ സലാം ചെല്ലാതെ നടക്കുന്നു എന്ന് തീരുമാനിക്കാൻ വരുന്നതിന് മുമ്പ് ഈ വരുന്നവരൊക്കെ പരസ്പരം മുസ്ലിമാണെന്ന് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ഉറപ്പുവരുത്തൽ ഈ മെക്സവനാണെങ്കിലും ശരി വേറെ ആരാണെങ്കിലും ശരി അതാണ് ആദ്യം ഉറപ്പുവരുത്തേണ്ടത്. അങ്ങനത്തെവർക്കല്ലേ സലാം ചെല്ലേണ്ടതുള്ളൂ. ഒരാൾ മുശ്രിക്കാണെന്ന് വിചാരിക്കുന്ന അവനോട് സലാം ചെല്ലണമെന്ന് വാശി പിടിക്കാൻ മതം ആരോടും പറയുന്നില്ലല്ലോ. മതത്തെ മലിനപ്പെടുത്തുകയും മതത്തെ വികലമാക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തത് ആരാണെന്ന് കണ്ടെത്തി അവരെ കൈകാര്യം ചെയ്യാനും അവരെ നിലക്ക് നിർത്താനുമാണ് ഇത്തരത്തിലുള്ള സാംസ്കാരിക കൂട്ടായ്മകൾ
ശ്രമിക്കുകയാണെങ്കിൽ തന്നെ ചെയ്യേണ്ടത്. അന്യ സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ചു ചാടി കളിക്കുന്നത് ഒരു ആരോഗ്യത്തിൻ്റെ പേരിലാണെങ്കിലും ശരി ഇസ്ലാമികമല്ല. ഇസ്ലാമിക സംസ്കാരം ഒരു ചാടിക്കളിക്ക് വേണ്ടി വലിച്ചെറിയപ്പെടുക എന്നുള്ളത് പൊറുക്കാൻ പറ്റുന്ന ഒരു അപരാധമാണെന്ന് പറയാൻ കഴിയില്ല. പിന്നെ നാട്ടിൻപുറങ്ങളിൽ സലാം ചെല്ലാൻ വേണ്ടി മാത്രം വാശി പിടിക്കുന്ന ആളുകളൊന്ന് ചിന്തിക്കണം. നമ്മൾ ഉൾക്കൊള്ളുന്ന പഴയകാല പാരമ്പര്യത്തിലുള്ള പള്ളി പോരാത്തത് കൊണ്ട് സുന്നികളല്ലാത്തവർ വേറെ പള്ളി ഉണ്ടാക്കി. നമ്മുടെ മദ്രസ പോരാത്തത് കൊണ്ട് അവർ വേറെ മദ്രസ ഉണ്ടാക്കി. നഴ്സറികൾ സ്കൂളുകൾ പോലും വേറെ വേറെ ഉണ്ടാക്കി. എന്തുകൊണ്ടാണ്? നമ്മുടേതാണല്ലോ പഴയത്, അതവർക്ക് പറ്റില്ല. അതുപോലെ പത്രവും വാരികയും മാസികയും ദൈവാരികയും ഒക്കെ നമ്മുടെ കുട്ടികൾക്കൊക്കെ വേറെ വേറെ സംഘടനകളാണ്, യുവാക്കൾക്ക് വേറെ സംഘടനയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ നിലക്കും സാംസ്കാരികമായിട്ടും നിസ്കാരത്തിൻ്റെ രൂപവും നോമ്പിൻ്റെ രൂപവും ഹജ്ജിന് പോകുന്നതും അതിൻ്റെ കരുത്തുകളും അതെല്ലാം വേറെ വേറെയാണ്. അവർ ഹജ്ജിന് പോകുന്നതും നിസ്കാരത്തിന് പോകുന്നതും മറ്റുമൊക്കെ അവരുടെ ഗ്രൂപ്പിൻ്റെ കൂടെയാണ്. അപ്പം മാത്രമല്ല അവരുടേതായ പഠന ക്ലാസ്സുകൾ, സംഘടനാ പ്രവർത്തനം, സമ്മേളനം അതൊക്കെ വേറെയാണ്. ഇങ്ങനെ എല്ലാം വേറെ ആയിക്കൊണ്ടിരിക്കുന്ന രണ്ട് ധ്രുവങ്ങളിലായി മതപരമായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തെ ഒരു ആരോഗ്യ കൂട്ടായ്മ കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾ സലാം ചെല്ലണം, നിങ്ങൾ ഒന്നാകണം എന്ന് പറഞ്ഞാൽ അത് മതത്തിനെതിരെ കുതിര കയറുന്ന പരിപാടിയാണ്. അത് നേതൃത്വം അറിഞ്ഞില്ല എങ്കിൽ ഈ ഒന്നാകണമെന്ന് പറഞ്ഞ യൂണിറ്റിലെ ആളുകൾക്ക് വാണിംഗ് കൊടുത്തിട്ട് അത് നിർത്തുക. ഏതായാലും ഇനി നിങ്ങൾക്കിതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല. ഇത് വളർന്നു വരുമ്പോൾ തനി ബിദ്അത്തുകാരുടെ കൂട്ടായ്മയായി മാറും എന്ന വിഷയത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് ഈ വിഷയം പറയുമ്പോഴേക്കും മൗദൂദികൾ ചാനലിൽ നിന്ന് അടുപ്പ് കൂട്ടി ചർച്ച നടത്തുന്നത്. ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇവരെ നന്നാക്കിയെടുക്കാനുള്ളൊരു ശ്രമമാണ് നിങ്ങളെങ്കിൽ ആ രീതിയിൽ പണ്ഡിതന്മാരോട് ഉപദേശം സ്വീകരിച്ചിട്ട് നീങ്ങുകയാണ് വേണ്ടത്. അല്ല, ആരോഗ്യമാണ് എങ്കിൽ മതം നിഷ്കർഷിക്കുന്ന രീതിയിൽ ആകണം. യഥാർത്ഥ സുന്നികൾക്ക് ഇത്തരത്തിൽ എല്ലാവരും കൂടി കൂട്ടുകൂടിയിട്ടുള്ള ഇങ്ങനെയുള്ള പെരുമാറലിനോടെ താല്പര്യമില്ല. കാരണം അങ്ങനെ കൂട്ടുകൂടി അവസാനം കാണുമ്പോൾ ചിരിച്ച് സലാം ചൊല്ലി അവരെ കല്യാണത്തിന് പോയി അവർ മരിച്ചാൽ പങ്കെടുത്ത് അതൊക്കെ ചെയ്തുകൊണ്ട് സഹകരണം വരും. അങ്ങനെയുള്ളൊരു സഹകരണം വന്നാൽ ബിദ്അത്ത് മോശമല്ല, നല്ലതാണ്, കുഴപ്പമില്ല, അതായാലും കുഴപ്പമില്ല, ഇതായാലും കുഴപ്പമില്ല എന്നൊരു ചിന്താഗതിയിലേക്ക് വരും. അപ്പോൾ അതിനൊക്കെ ഒരു ഏണിയും കോണിയും ഒക്കെ വെച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ വിഷയം. അതുകൊണ്ട് മൊത്തത്തിൽ എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നേതൃത്വം മുഴുവനും മറ്റുള്ളവരുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ടോ ഇങ്ങനെ ഒരു ആരോഗ്യ കൂട്ടായ്മ ഉണ്ടാക്കുന്നത് പോലും പുതിയ ഒരു ആചാരമാണ് എന്ന് അതിൻ്റെ നേതാക്കന്മാർ മനസ്സിലാക്കണം. ദൈനംദിന ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളിലും വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള, നമ്മുടെ പള്ളിയിൽ കയറിയിട്ട് ഖുതുബ കേൾക്കാൻ താല്പര്യമില്ലാത്ത, നമ്മുടെ പള്ളിയിൽ കയറിയിട്ട് കുനൂത്ത് ഓതാൻ താല്പര്യമില്ലാത്ത, അറബിയിൽ ഖുതുബ ഓതാൻ താല്പര്യമില്ലാത്ത, കൂട്ടുപ്രാർത്ഥനയ്ക്ക് താല്പര്യമില്ലാത്ത, സുന്നികൾ മുശ്രിക്കാണ് എന്ന് പറയുന്ന, എല്ലാ കാര്യങ്ങളിലും വ്യത്യാസം പുലർത്തുന്ന ഇവരെ ഒന്നാക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കേണ്ടത് പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാരുടെ ഡ്യൂട്ടി ഒന്നും അറിയാത്തവർ ഇങ്ങനെ വ്യായാമ കൂട്ടായ്മയിലൂടെ കൊണ്ടുവന്ന് പുലർത്താൻ പാടില്ല. ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷവും മുസ്ലിങ്ങളിൽ നിന്ന് സുന്നികളാണ് എന്നതുകൊണ്ട് ഏതൊരു യൂണിറ്റിൻ്റെ നേതൃത്വവും കൺട്രോളും സുന്നികളുടെ കയ്യിലാകണമെന്ന് നേതൃത്വം ഉറപ്പുവരുത്താത്ത കാലത്തോളം ഈ വിഷയങ്ങളും ആശങ്കകളും നിലനിൽക്കും. പണ്ഡിതന്മാർ ഇക്കാലമത്രയും ഇവിടെ കൊണ്ടുവന്ന ഈ സംസ്കാരത്തിനെയും കാര്യങ്ങളെയൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അതിനേക്കാൾ നല്ലൊരാശയമാണ് ഞങ്ങളിവിടെ സമർപ്പിക്കുന്നത് എന്ന് വിലയിരുത്തുന്ന ഈ പരിപാടി അത് വെച്ചുറപ്പിക്കാൻ കഴിയില്ല. ആദർശ വ്യത്യാസത്തിൻ്റെയും വിശ്വാസത്തിൻ്റെ വ്യത്യാസത്തിൻ്റെ പേരിൽ ഒരുപാട് ധ്രുവങ്ങളിലായി കിടക്കുന്ന ആളുകളാണ് മറ്റുള്ള ആളുകൾ. അപ്പോൾ ആദർശപരമായി യോജിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ പണ്ഡിതന്മാർ അകറ്റി നിർത്തിയ മനസ്സുകളെ കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളത് സൽക്കർമ്മമാണെന്നല്ല ചിന്തിക്കേണ്ടത്, അത് ഒരു ദുഷ്കർമ്മമാണ് എന്നാണ് ചിന്തിക്കേണ്ടത്. അത് അവരുടേതായ ആദർശത്തിൻ്റെ തകരാറ് കൊണ്ട് ഇസ്ലാം തീരുമാനിച്ചതാണ്. അപ്പോൾ ആ സന്ദേശത്തെ അവഗണിക്കുന്ന രീതിയിൽ ഞങ്ങളിറങ്ങിക്കൊണ്ട് എല്ലാം മിണ്ടാത്തവരെയും മിണ്ടിപ്പിക്കും എന്ന് പറയുന്നത് ശരിയല്ല. മിണ്ടാത്തവർ ആദർശപരമായി ഒരേ ചേരിയിൽ നിൽക്കും. ഒരേ ആദർശക്കാരും ബന്ധുക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ലെങ്കിൽ, സലാം പറയുന്നില്ലെങ്കിൽ അതൊക്കെ ചെയ്യിപ്പിക്കുക. അതിന് പണ്ഡിതന്മാർ ഇവിടെ ഉണ്ട്. ആ പരിപാടി ഒരിക്കലും ഈ പറയപ്പെട്ട വ്യായാമ കൂട്ടായ്മ ഏറ്റെടുക്കേണ്ടതില്ല.
ഇങ്ങനെയുള്ളൊരു കൂട്ടായ്മ കൊണ്ട് തന്നെ മതം അതിലേക്ക് കടന്നു വന്നാൽ അത് പ്രശ്നം തന്നെയാണ്. ഇവിടെ ഇപ്പോൾ പല യൂണിറ്റുകളിലും മതം കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. മാത്രമല്ല ഇവർ ഈ വ്യായാമത്തിൻ്റെ പേരിൽ സ്ത്രീകളെ രംഗത്തിറക്കിയിട്ടുള്ള ഈ പരിപാടി ഇത് സുന്നത്തമായതിന് പരിചയമുള്ളതല്ല. സ്ത്രീകളെയും ആണുങ്ങളൊക്കെ കൂട്ടിയിട്ട് ടൂർ പോകുന്നു എന്ന് കേൾക്കുന്നു. അത് ശരിയാണെങ്കിൽ അതും ശരിയല്ല. അത് മാനസിക ഉല്ലാസത്തിനാണെന്ന് പറയുന്നെങ്കിലും അതൊക്കെ കാര്യങ്ങൾ വ്യത്യാസമാകാൻ കാരണമുണ്ട്. മാത്രമല്ല അങ്ങനെ ടൂറ് പോകുമ്പോൾ ഇവർ കയറുന്ന പള്ളി ബിദ്അത്തുകാരുടെ പള്ളിയാണ് എന്ന് പല സംസാരങ്ങളിലും സംഭാഷണങ്ങളിലും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് സംബന്ധമായി ടൂറും അതിൻ്റെ അനുബന്ധങ്ങളെ സംബന്ധിച്ചൊക്കെ ഇതിൻ്റെ ആളുകൾ സംസാരിച്ചത് എതിർത്തും അനുകൂലിച്ചും സംസാരിച്ചതിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് കൂടെ കേൾക്കാം. പ്രിയമുള്ളവരെ, ഗുഡ് മോർണിംഗ്. നമ്മള് മെക്സവന്റെ സെന്ററുകൾ ധാരാളം വരികയാണ്. നമ്മൾ പഴയ തുടങ്ങിയ പോലെ അല്ല ഇപ്പോൾ, എല്ലാ ദിവസവും സെന്ററുകൾ ധാരാളം വരികയാണ്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടും കൂടി വരുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചു പോകണം എന്ന് പറഞ്ഞാല് നമ്മള് പ്രത്യേകിച്ച് ലേഡീസ് ഉൾപ്പെടുന്ന സെന്ററുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ലേഡീസിന്റെ ഗ്രൂപ്പിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ അവര് ട്രെയിൻ ചെയ്യുമ്പോൾ ആരെങ്കിലും അവിടുത്തെ മെക്സവന്റെ ടീഷർട്ട് ഇട്ട ആളുകൾ ഉണ്ടാവും, ജെൻസ്. അവരെ ഇടയിൽപ്പെട്ട അവരെ ഫാമിലിയിലുള്ള ആളുകളാവും. അപ്പൊ അവര് ജസ്റ്റ് വീഡിയോ എടുക്കും, അല്ലെങ്കിൽ ലേഡീസിന്റെ വീഡിയോ എടുക്കും, എന്നിട്ട് ലേഡീസിന്റെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ നിന്ന് പിന്നെ അത് പുറത്തേക്ക് പോകുന്നുണ്ട്, നമ്മൾ അറിയാതെ പുറത്തേക്ക് പോകുന്നുണ്ട്. എന്താ പറഞ്ഞാൽ ആരെങ്കിലും അവരെ കുടുംബത്തിക്കോ അറിയുന്ന ആളുകൾക്കൊക്കെ അത് പാസ് ചെയ്ത് കൊടുക്കുന്നതോട് കൂടി ഈ സംഗതി പൊതു ഗ്രൂപ്പിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അത് നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ലേഡീസിന്റെ ട്രെയിനേഴ്സിനൊക്കെ ഗ്രൂപ്പിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജെൻസിനോടും അതാ പറയാനുള്ളത്. ചിലപ്പോ ലേഡീസും ജെൻസും ഒരു കർട്ടനൊക്കെ കെട്ടി നിൽക്കണ സെന്ററുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് അപ്പുറത്ത് ചെയ്യുന്ന സെന്ററുകൾ ഉണ്ടാവും. അതിൽ ആരെങ്കിലും വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ അവരോട് വീഡിയോ എടുക്കരുതെന്ന് പ്രത്യേകം പറയണം. നമ്മളിനി ഗ്രൂപ്പിൽ ലേഡീസിന്റെ വീഡിയോ ഉൾപ്പെടുന്നത് ഒരിക്കലും പോസ്റ്റ് ചെയ്യരുത്. അതെല്ലാ ട്രെയിനേഴ്സും പ്രത്യേകം ശ്രദ്ധിക്കണം. പുറത്ത് പോണ ആളുകൾ മാത്രമല്ല, അവനാന്റെ സെന്ററിലുള്ള ട്രെയിനേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. 1-2 യൂട്യൂബ് വീഡിയോ, ഫേസ്ബുക്ക് വീഡിയോ ഒക്കെ വളരെ ചർച്ചയ്ക്ക് ഇട്ടിട്ട് ആളുകൾ വിദേശത്തു നിന്നൊക്കെ നമ്മളെ മെമ്പേഴ്സും ഒക്കെ വിളിച്ചിട്ട് അവരെ ഫാമിലി വീട്ടിലേക്ക് വിളിച്ചിട്ടൊക്കെ പ്രശ്നമാക്കിയിട്ടുള്ള കുറെ കേസുകളുണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ച് പോവണം. എന്താ വെച്ചാൽ നമ്മള് സെന്ററുകൾ ധാരാളം വരികയാണ്. അപ്പൊ ഏറ്റെടുക്കാൻ അതേപോലെ ധാരാളം ആളുകൾ ഉണ്ടാവും. അതുപോലെ ഗ്രൂപ്പില് 400 ആളുണ്ടെങ്കിൽ 200 ആള് മാത്രമേ വ്യായാമം ചെയ്യുന്നവരുണ്ടാവുള്ളൂ. ബാക്കി 200 ആള് ചെയ്യാത്തവരാവും. അവരിത് ചർച്ചയ്ക്കിടും, അവരിത് പുറത്തു പോയി പറയും, ഇങ്ങനെയാണ് അവിടെ നടക്കുന്നത്. വരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, വരാത്ത ആളുകൾ അത് വലിയ ചർച്ചയ്ക്കിട്ട് അത് വലിയ ഇതാക്കിയിട്ട് നമ്മൾ മെക്സവിനെതിരെ തിരിക്കും. അപ്പൊ എന്തായാലും അത് എത്ര വിമർശനം ഉണ്ടായാലും ആളുകൾ അത് ഏറ്റെടുത്ത് മുന്നിക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഓരോ ദിവസവും. അപ്പൊ അത് വിമർശിക്കുന്നവർ വിമർശിച്ചോട്ടെ, അവരോട് സെന്ററിക്ക് വരാൻ പറയുക. വീഡിയോ എടുക്കുന്നത് ട്രെയിനേഴ്സ് ഒരിക്കലും അനുവദിക്കരുത്. നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ലേഡീസ് ഉൾപ്പെടുന്ന ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ഒരിക്കലും അംഗീകരിക്കരുത്. അത് നമ്മൾ ഒഴിവാക്കിക്കണം. ഒരിക്കലും അത് പുറത്തേക്ക് ലീക്കാക്കരുത്. അതേപോലെ നമുക്ക് ഗ്രൂപ്പിലൊക്കെ വരുമ്പോൾ എവിടുന്നെങ്കിലും പുറത്തുനിന്ന് ലേഡീസ് ഉള്ള വീഡിയോകൾ യൂട്യൂബിന് റീച്ച് കിട്ടാൻ വേണ്ടി അവർ പല രീതിയിൽ അഴിച്ചു വിടുന്നുണ്ട്. അതൊന്നും ഒരിക്കലും നമ്മൾ വേറെ ഗ്രൂപ്പിലേക്ക് കൊടുക്കരുത്. ഇനി അങ്ങനത്തെ ഒരു സംഗതി ഇനി അംഗീകരിക്കാൻ കഴിയില്ല. അത് ആ രീതിയിൽ തന്നെ പോകണം. അത് ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ അത് ഒന്നുകിൽ അപ്പം തന്നെ നമ്മൾ ആരെങ്കിലും അഡ്മിന്മാരുള്ളത് റിമൂവ് ചെയ്യണം. എന്നിട്ട് അതിൽ അപ്പം തന്നെ പറയണം ഇങ്ങനത്തെ വീഡിയോയിൽ ഇടരുത്. അതായത് പല സംഘടനകൾ, പ്രത്യേകിച്ച് ഓരോ വിഭാഗം മതവിഭാഗത്തെ സംഘടനകൾ വളരെ ബുദ്ധിമുട്ടായിട്ട് പറയുന്നുണ്ട്. അവരെ ഭാഗത്ത് നോക്കുമ്പോൾ അത് ശരിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് മുന്നിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്നിച്ച് നിൽക്കണം. നമ്മൾ ഈ സോണിൽ ഇങ്ങനത്തെ ഒരു വിഷയം ഒരിക്കലും പൊന്തി വരാൻ അനുവദിക്കരുത്. ഓക്കെ ഷമീറോ, നമ്മളും അതന്നെ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഇത് സതുദ്ദേശത്തോട് കൂടിയിട്ട് വ്യായാമം മാത്രം ലക്ഷ്യം വെച്ച് പോകുന്ന പലരും ഉണ്ട്. അത്തരം ആളുകളെ ഇപ്പൊ മുകളിലൊരു കമന്റ് കണ്ടല്ലോ, ഈ ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് ഇറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്ന പോലെ തന്നെ ഇതിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളത്. ഇപ്പൊ ഷമീർ ആ ടൂറിന് പോയിട്ടില്ല എന്ന് പറഞ്ഞു. ഇനി ആ ടൂറിന് പോയ ആളുകളുടെ അനുഭവങ്ങളൊന്ന് ചോദിച്ചാൽ ഷമീറിന് കാര്യങ്ങൾ മനസ്സിലാവും. അതായത് ആ പറഞ്ഞ ആളുകളുണ്ട്, ആ ടൂറിന് പോയിട്ട്
ഇങ്ങനെയാണ് സംഭവിച്ചെന്നുള്ളത്. കാരണം ടൂറിന് പോയ മുസൽമാനായ വ്യക്തിക്ക് 5 വക്ത് അവർക്ക് അതിൻ്റെതായ ഇടയിൽ നിസ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിസ്കരിക്കുന്നവരും ഇല്ലാത്തവരും ഉണ്ടാവും. അപ്പോൾ ഇനി നിസ്കരിക്കാൻ തന്നെ സുന്നി ആശയക്കാരുണ്ടാവും, മറ്റുള്ള ആശയക്കാരുണ്ടാവും. പക്ഷെ ഇവർ ഈ 5 എത്ര വക്താണോ ടൂർ ഉണ്ടായത് അത്രയും വക്ത് ഒരു തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത് ഏത് മസ്ജിദാണെന്ന് ചോദിച്ചാൽ മതി. അതിൽ വലിയ അമർഷം ഉണ്ടായിട്ടുണ്ടേ. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ കൃത്യമായ ഇതിന്റെ ബാക്കിലെ അജണ്ടകൾ എന്ന് പറയുന്നത്. അതേപോലെ ഞാൻ ഇതിൽ മതം പറയാനോ അങ്ങനത്തെ രീതി കൊണ്ടുവരുന്നത്, കാരണം ആളുകളുടെ അമർഷം മാത്രമാണ് രേഖപ്പെടുത്തുന്നത്. അത് വ്യായാമത്തെ ഒരു നിലക്കും ചെറുതാക്കി കാണുന്നില്ല. വ്യായാമം നല്ലത് തന്നെ, വ്യായാമത്തെ ആരും എതിർക്കുന്നില്ല. അതിന്റെ പേരിൽ നമ്മളെ സാധനം മറ്റവന്റെ പേരിലും അടിച്ച് ഏൽപ്പിച്ച് ഈ രീതിയിലേക്ക് നീ ആവണം എന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു റിക്രൂട്ട്മെന്റിങ് ഇതിന്റെ അടിയിൽ നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചത്. അതില്ലാന്ന് ഈ വ്യായാമത്തിൽ സ്ഥിരമായിട്ട് പോയി മെക്സവൻ്റെ കൂടെ ടൂറിലും പരിപാടികളിലുമൊക്കെ സംബന്ധിച്ച ആളുകളുടെ അഭിപ്രായ പ്രകടനങ്ങളാണിത്. ഇത്തരത്തിലുള്ള ചർച്ചകളും മറ്റുമൊക്കെ കേൾക്കുമ്പോൾ പൊതുസമൂഹത്തിന് സംശയവും ഇവരുടെ വിശുദ്ധിയിൽ ആശങ്കകളും ഉണ്ടാവുക സ്വാഭാവികമാണ്. അതൊക്കെ തിരുത്തിക്കുറിച്ചുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകുന്നത്. ഒരിടത്ത നിയന്ത്രണവും മൗദൂദികൾക്കോ വിദഗ്ധക്കാർക്കോ നൽകരുത്. അതോടുകൂടെ സ്ത്രീകളെ പൊതുരംഗത്തിറക്കി ഈ എക്സർസൈസ് ചെയ്യിപ്പിക്കുന്ന എന്ന പരിപാടി അത് പിൻവലിച്ച് അവർക്ക് മാന്യമായ രീതിയിൽ വീട്ടിലും മറ്റും ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത് ആ രീതിയിലാക്കുകയും വേണം. ഈ പ്രകടനത്വരതയോടുകൂടെ പൊതുരംഗത്ത് സ്ത്രീകളെ ഇതുപോലെ പുരുഷ ട്രെയിനിങ്ങിന് കീഴിൽ വ്യായാമം ചെയ്യിപ്പിച്ചാൽ അത് ഇതുവരെ പുലർത്തിപ്പോന്ന മതത്തിൻ്റെ അച്ചടക്കത്തിനും നിയമത്തിനും എതിരാണ്. അത് പാലിച്ചുകൊണ്ട് പോകാത്ത കാലത്തോളം പണ്ഡിതന്മാർ അതിനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും.